LDF സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെ 2 KSU പ്രവർത്തകരെ തല്ലിച്ചതച്ചൊരു സംഭവം ഓർക്കുന്നുണ്ടാകും. അതായത് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രക്കിടെ പ്രതിഷേധിച്ചതിൻ്റെ പേരിലാണ്, കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിൻ്റെ പേരിലാണ് 2 ചെറുപ്പക്കാരെ ക്രൂരമാരുടെ തല തല്ലി പൊട്ടിച്ചത്. ആ സംഭവം പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ UDF സർക്കാർ അധികാരത്തിൽ വരുന്നു, അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ 5 പോലീസുകാർക്ക് സസ്പെൻഷൻ ഉണ്ട് എന്ന ഏറ്റവും പുതിയ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഗൺമാന്മാർക്കെതിരെ ഉൾപ്പെടെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, മുഖ്യമന്ത്രി VD സതീശൻ്റെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞ കാര്യമുണ്ടായിരുന്നു, ഞങ്ങളിതൊന്നും മറക്കില്ല എന്ന കൃത്യമായ സന്ദേശം നൽകിയിരുന്നു. തൊട്ടു പിന്നാലെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ പോലീസുകാർക്കെതിരെ നടപടി. ആർക്കെതിരെയൊക്കെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണൽ സെക്യൂരിറ്റി വിങ്ങിൽ ഉണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, അതായത് അനിൽ കൊല്ലിയൂർ, അതോടൊപ്പം സന്ദീപ്, ഈ 2 പേരാണ് അന്ന് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ലാത്തി ചാർജ് നടത്തിയത്. അവരടക്കം 5 പേരെയാണ് ഇപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി റവട ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്നലെ വൈകിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ശുപാർശ പോലീസ് മേധാവിക്ക്, സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചത്. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് മേധാവി അതിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അല്പസമയം മുമ്പ് ആഭ്യന്തരമന്ത്രി രമേശ് ചോദ്യങ്ങളോട് വ്യക്തമാക്കിയത് റിപ്പോർട്ട് ലഭിച്ചു എന്ന കാര്യം പോലീസ് മേധാവി തന്നെ ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അതിൽ തുടർ നടപടി റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം പോലീസ് മേധാവി തന്നെയായിരിക്കും കൈക്കൊള്ളുകയുണ്ടായത്. പക്ഷേ ഇത് ഓർഡറായി ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത് വൈകാതെ തന്നെ ഓർഡറായി തന്നെ ഇറങ്ങും. അതിനുശേഷമായിരിക്കും അന്വേഷണ വിധേയമായിട്ടാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുന്നത്. തുടർ നടപടികൾ എങ്ങനെയാവണം, വകുപ്പ് തല അച്ചടക്ക നടപടികൾ എങ്ങനെയാവണം എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തുകയുള്ളൂ. തീർച്ചയായും ആ കേസ് എങ്ങനെയാണ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിവരങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നതാണ്. MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് അത്തരമൊരു അട്ടിമറി ശ്രമം ഉണ്ടായത്. സ്വാഭാവികമായി ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റ് നടപടികൾ, അതായത് ഈ സസ്പെൻഷൻ അടക്കം നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുന്നത്, അതോടൊപ്പം മറ്റ് നിയമ നടപടികൾ ഇനി എങ്ങനെയായിരിക്കും താൻ? നിലവിൽ ഈ ആദ്യഘട്ടത്തിൽ, അതായത് MR അജിത് കുമാറിന്റെ ഇടപെടലിനെ തുടർന്ന് ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനോ മൊഴി രേഖപ്പെടുത്താനോ ഒന്നും അന്ന് കഴിഞ്ഞിരുന്നില്ല. ആ കാര്യം 5 ഉദ്യോഗസ്ഥരും SITക്ക് മൊഴിയായി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ തുടർ നടപടികളുടെ ഭാഗമായി ഇവരുടെ മൊഴി, ഇവരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നടപടികൾ മാറും. ഒറ്റയ്ക്കും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യൽ നടത്തും. എന്താണ്, ഏതെങ്കിലും പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ക്രൂരമായ ഒരു ലാത്തി ചാർജ് ആലപ്പുഴയിൽ വെച്ച് AD തോമസിനും അജയ് ജുവലിനും നേരെ നടന്നത്? അതോ പെട്ടെന്ന് വാഹനം നിർത്തി ഇറങ്ങി അവരെ ലാത്തി ചാർജ് ചെയ്യാനുണ്ടായ പ്രകോപനം എന്താണ്? കാരണം അവർ ഓൾറെഡി പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനൊപ്പം ഉണ്ടായിരുന്ന പൈലറ്റ് വാഹനത്തിൽ ഉണ്ടായിരുന്ന ഈ ഗൺമാൻമാർ വാഹനം നിർത്തി പുറത്തേക്ക് വലിയ ലാത്തിയുമായി ഇറങ്ങി അവരെ അടിച്ച ശേഷം തിരികെ വാഹനത്തിൽ കയറിപ്പോകുന്നത്. അത് അങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താ എന്ന കാര്യത്തിൽ വ്യക്തത തേടാനായിരിക്കും ഈ ചോദ്യം ചെയ്യൽ നടക്കുക. അതിനുശേഷമായിരിക്കും അവരുടെ ഒരു വിശദീകരണം കൂടി കേട്ടതിനു ശേഷമേ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അവർ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യ തങ്ങൾക്ക് അപമാനം വരുത്തുന്ന നടപടിയായി അത് മാറും. ഔദ്യോഗിക ജോലിയിൽ അപമാനം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. തങ്ങളുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ ഈ പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ പ്രോസിക്യൂഷൻ കോടതിയുടെ രൂക്ഷമായ വിമർശനമുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ, പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് വിമർശനം. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ റിപ്പോർട്ട് എവിടെയെന്ന് കോടതി ചോദിച്ചു. നിലവിലുള്ള റിപ്പോർട്ട് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുടേതാണെന്നും ജഡ്ജി ഹണി എം വർഗീസ് നിരീക്ഷിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.